ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അതേസമയം നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ പാനിൻ്റെ സെൻട്രലായിട്ട് ഓയിൽ നന്നായിട്ട് നിൽക്കില്ല കേട്ടോ, സൈഡിലൂടെ അങ്ങ് പോകും. അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ചരിച്ച് കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നമ്മൾ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് നല്ലൊരു രസം ഉണ്ടാവില്ല സലാഡ് കഴിക്കാനായിട്ട്. അപ്പം കഴിയുന്നിടത്തോളം ഗ്രേറ്റ് ചെയ്ത് തന്നെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ പൊടിയായാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2ഓ 3ഓ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ എല്ലാം കൂടെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചേർത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. കുട്ടികളാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സലാഡാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് സ്റ്റൗവ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഈ സലാഡിന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റിൽ സലാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരല്പം കാര്യങ്ങളൂടെ ഉണ്ട്. കുറച്ച്
മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാണ്. ഈ ചാറ്റ് മസാല ചേർക്കുമ്പോൾ നമ്മുടെ സലാഡിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതുകൊണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരൽപ്പം കാശ്മീരി മുളക് പൊടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, എങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അതിനു വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.